ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന തുടർ നടപടികൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള സീരിയൽ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഗവൺമെൻറ് നടത്തിയത്. റിപ്പോർട്ട് അതിനകത്ത് കൊടുത്തിട്ട മൊഴികളെല്ലാം അതിനകത്ത് വിശദമായി കമ്മിറ്റി പരിശോധിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. പക്ഷെ അവരെത്തിച്ചേർന്ന നിഗമനങ്ങളാണ് സർക്കാർ പരിഗണിക്കുന്നത്. ആ നിഗമനങ്ങൾ പുറത്തുവിടുന്നതിന് യാതൊരു തടസ്സവും ഞങ്ങളെ സംബന്ധിച്ച്. അതാദ്യം തന്നെ പറഞ്ഞതാണ്, അവർ തന്നിട്ടുള്ള നിഗമനങ്ങൾ, നിർദ്ദേശങ്ങൾ ആർക്കും പരിശോധിക്കാം, ആർക്കും പുറത്തുവിടാം. പക്ഷേ അതിനകത്ത് ചില മൊഴിഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങൾ ആരുടെയും പേര് പരാമർശിക്കുന്നില്ലെങ്കിലും വ്യക്തിയുടെ അവരുടെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന രൂപത്തിലേക്ക് വേണമെങ്കിൽ അതിനെ നമുക്ക് ആ രൂപത്തിലേക്ക് നമുക്ക് വ്യാഖ്യാനിക്കാം. അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് ചില ആളുകൾ വിവരാവകാശ കമ്മീഷൻ സമീപിക്കുന്നത്. വിവരാവകാശ കമ്മീഷൻ കുറച്ച് കാര്യങ്ങൾ മാറ്റിവെച്ച് ബാക്കിയുള്ള ഭാഗം പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടു. അതിൽ വ്യക്തിയെ ഹരിക്കുന്ന കാര്യങ്ങൾ ഒഴിച്ചുള്ളത് പുറത്തുവിടാനാണ് പറഞ്ഞത്. അതനുസരിച്ചുള്ള തയ്യാറെടുപ്പ് സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസർ അവരാണ് ചെയ്യേണ്ടത്. അവർ തയ്യാറാക്കി ഇന്നത് പുറത്തുവിടാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട ദിവസമാണ്. ആ സമയത്താണ് ആരോ ഒരാൾ ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ നിയമപരമായ കാര്യം പരിശോധിക്കേണ്ടത് സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസറാണ്. അവർ പരിശോധിച്ചിട്ട് ആവശ്യമായ തുടർ നടപടികൾ നിയമാനുസൃതം ചെയ്യുക എന്നതാണ് അതിൻ്റെ രീതി. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ പുറത്തു വിടുന്നതിനോ പുറത്തു വിടാതിരിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു ഭാഗത്ത് ഞങ്ങളിപ്പോൾ ഇല്ല. കാരണം ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് സീൽഡ് ചെയ്ത് ഞങ്ങൾ വിവരാവകാശ കമ്മീഷന് ഹാൻഡ് ഓവർ ചെയ്തു. അത് സീൽ ചെയ്ത് സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസർക്ക് അവർ ഹാൻഡ് ഓവർ ചെയ്തു. അതിന്മേൽ അവരാണ് തീരുമാനമെടുക്കേണ്ടത്. കോടതി വിധി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നിശ്ചയിക്കണം.